KTM റേസിംഗിൽ ഞാൻ പങ്കെടുത്തായിരുന്നേ. പരിപാടിയുടെ വെടിയും പുകയും കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 months ആവാറായി. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഡേ ഞാൻ ടോപ്പ് 15 ക്വാളിഫൈഡ് ആയി. സെക്കൻഡ് ഡേ നമുക്ക് ഈ ലാസ്റ്റ് റൗണ്ടിൽ ഓടിക്കുന്നതിന് മുന്നേ ആരൊക്കെ എത്രാമത്തെ പൊസിഷനിൽ നിൽക്കണം എന്നുള്ളതിനൊരു ക്വാളിഫയിങ് റൗണ്ടും കൂടി ഉണ്ടാവും. അതിന്റെ രണ്ടാമത്തെ ലാപ്പിൽ ഞാനിപ്പോഴും ക്ലിയർ ആയിട്ട് ഓർക്കുന്നുണ്ട്, നല്ലൊരു വൈഡ് കേർവ് എടുക്കുമ്പോൾ 5th ഗിയറിന് 4th ഗിയറിലേക്ക് ഞാൻ ചവിട്ടിയതാണ്. എനിക്ക് കിട്ടിയ വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അത് ഇറങ്ങിയില്ല. ഐ ആം എൻ അമച്വർ. ഇതെനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു വണ്ടി കൈ തന്നപ്പോൾ തന്നെ. ആ ഒരു കാരണത്താൽ വണ്ടി സ്കിഡായി, ടോപ്പിളായി, നേരെ സൈഡിലുള്ള ബാരിക്കേഡിൽ പോയി ഞാൻ അടിച്ചു വീണു. എന്റെ നാക്ക് മുറിഞ്ഞായിരുന്നു. എന്റെ ഈ കൈ ഇപ്പോഴും എനിക്ക് പെയിനാണ്, ഒരു കാര്യമായിട്ട് ഒന്നും പിടിക്കാൻ പറ്റില്ല. ആൻഡ് എന്റെ റിബില് നല്ലൊരു കോൺട്യൂഷനും കിട്ടി. അപ്പൊ ഞാൻ സെക്കൻഡ് ഡേ അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അതിന്റെ ഫൈനൽ അതിന്റെ അടുത്ത ദിവസം നടക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഹെൽമെറ്റ് അവർ സ്ക്രൂട്ടനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയായിരുന്നു. എനിക്ക് കൈയോടെ തന്നില്ല. എന്റെ ബൈക്ക് പോലും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ വാശി പിടിച്ച് ബൈക്ക് എടുത്ത് ഞാൻ ഓടിച്ചു പോകുന്നു എന്റെ ഹിമാലയൻ. അതിന്റെ ഹെൽമെറ്റ് ഇപ്പോഴാണ് എന്റെ കയ്യിൽ തിരിച്ചു കിട്ടുന്നത്. ഞാൻ ഒരുപാട് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം എനിക്ക് തിരിച്ചു കിട്ടണം, അതും പറയണല്ലോ. ആൻഡ് അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയേക്കാം നമുക്ക്. അത്യാവശ്യം ഈ സൈഡ് ഒരഞ്ഞു പോയിട്ടുണ്ട്. ഈ സൈഡാണ് ഞാൻ ഒരഞ്ഞു പോയതെങ്കിലും ഈ സൈഡും എനിക്ക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് അത്ര ആഘാതത്തിലല്ല. എന്റെ ഈ സൈഡിലെ നാക്കാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയത്. ഈ സൈഡൊന്നും കുഴപ്പമില്ല. ഐ തിങ്ക് ഞാൻ ഉള്ളിൽ കടിച്ചിട്ടുണ്ട്. ആ ഇടിച്ചതിന്റെ ആഘാതത്തിൽ ലാസ്റ്റിലൊരു ബാരിക്കേഡ് ഉണ്ടാവും, അത് ഈ ഹൈവേയുടെ ഒക്കെ നടുക്ക് വെക്കൂലേ, അതുപോലത്തെ ഒരു സാധനം, അതിലാണ് ഞാൻ പോയി ഇടിച്ചത്. നല്ല ഒന്നൊന്നര ഇടിയായിരുന്നു. ഇപ്പുറത്തെ സൈഡൊന്നും കാണാനില്ല. മറ്റേ കോമ്പറ്റീഷന് മുന്നേ എന്റെ ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ അവർ റിമൂവ് ചെയ്തു. സി വൈസറിൽ മാത്രം ആക്ച്വലി മെയിനായിട്ട് സ്ക്രാച്ച് ഉള്ളത്. ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. അതിന് ഇറ്റ് ഡസന്റ് മാറ്റർ. ഓ താങ്ക് യു സോ മച്ച് ഫോർ സേവിങ് മീ. TVS ഡേയിലും ഞാൻ ക്വാളിഫൈഡ് ആയിരുന്നു. അവരിപ്പോ ചെന്നൈയിൽ വെച്ചിട്ട് May 16th അവരുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പോകാൻ പറ്റിയില്ല ഡ്യൂ ടു സോ മെനി പേഴ്സണൽ റീസൺസ്. ഇതിപ്പോഴും ശരിയായിട്ടില്ല. സോ യാ, ഓൾവേസ് വെയർ ഹെൽമെറ്റ്.